ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദി ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപാട് ബെനഫിറ്റ് തരുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തിനെ പറ്റിയിട്ടാണ്. എനിക്ക് 2-3 ദിവസമായിട്ട് കടുത്ത പനിയും അതുപോലെ ബന്ധപ്പെട്ട ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൗണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കേട്ടോ. സൗണ്ട് കുറച്ച് സ്ട്രെയിൻ ചെയ്ത് കഴിയുമ്പോഴേ വർത്തമാനം പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ചിക്ക് പീസിനെ പറ്റിയിട്ടാണ്. നമ്മുടെ വെള്ളക്കടല എന്ന് പറയില്ലേ, അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഈ കടലയിൽ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറിയോ അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് വല്ല പ്രിപ്പയർ ചെയ്യുന്നൊരു കറി എന്നതിലുപരി മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഒരുപാട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്, നമ്മുടെ എഗ്ഗിന്, നമ്മുടെ സ്പോമിന് ഒക്കെ ഒരുപാട് ബെനിഫിറ്റുകൾ തരുന്നതാണ് ഈ ഒരു വെള്ളക്കടല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഭക്ഷണ പദാർത്ഥത്തിനെ പറ്റി പറയുന്നത് കൊണ്ട് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനും എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിനും സ്പോമിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിനും ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വെള്ളക്കടലയിൽ വിറ്റമിൻ സി, വിറ്റമിൻ B6, മഗ്നീഷ്യം, കാൽഷ്യം, പൊട്ടാസ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ സെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഇവയോടൊപ്പം തന്നെ ഇതിലടങ്ങിയിട്ടുള്ള ഫോളിക് ആസിഡ് കണ്ടൻറ്റ് നമ്മുടെ ആ പ്രഗ്നൻസിയുടെ തുടക്ക കാലഘട്ടങ്ങളിലും അതുപോലെ ഏർലി സ്റ്റേജിലുമെല്ലാം കുഞ്ഞിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്ന ഒരു വിറ്റമിനാണ്. ഫോളിക് ആസിഡിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ, വിറ്റമിൻസിൻ്റെയും അതുപോലെ ഫോളിക് ആസിഡിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി നമ്മുടെ ആ കുഞ്ഞിന് ആ ഒരു ഏർലി സ്റ്റേജിൽ കിട്ടാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക്, ജനന വൈകല്യങ്ങൾക്കും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിട്ട് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫോളിക് ആസിഡിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എഗ്ഗിൻ്റെയും സ്പോമിൻ്റെയും ഗ്രോത്തിന് ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള സിങ്ക് നമ്മുടെ ബോഡിയെ ഒരു ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരിൽ ഇപ്പോൾ സ്പോമിൻ്റെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നതിന്, ഇപ്പോൾ പുരുഷന്മാരുടെ സ്പോമിന് ഷേപ്പ് ഇല്ല എങ്കിൽ അതേതെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു ഷേപ്പ് നമ്മൾ കൃത്യമായിട്ടൊരു സ്പോമിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോസിലൊക്കെ. ഇപ്പോൾ ഞാനിടുന്ന വീഡിയോസിലാണെങ്കിലും സ്പോമിൻ്റെ ഷേപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. ഇത്തരത്തിലുള്ള ടെർമിനേഷൻ നടത്തുന്നതിനൊക്കെ കാരണമാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പേമിന് വേണ്ടുന്ന ഒരു ഷേപ്പ് കൊടുക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. മോട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ഈ ഒരു ക്വാളിറ്റിയും മോട്ടിലിറ്റിയും കൃത്യമായിട്ടുള്ള അളവിൽ സ്പേമിന് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ ഒരു എഗ്ഗ് വരുന്ന സമയം വരെയൊക്കെ അതിന് ആ ഒരു നമ്മുടെ ശരീരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു 5 ദിവസമൊക്കെ കൃത്യമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെല്ലാം ചെയ്യുന്നതിന് നമ്മുടെ ചിക്ക് പീസ് കഴിക്കുന്നത് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളിലൊക്കെ വെയിറ്റ് ലോസിനും അതുപോലെ വെയിറ്റ് മാനേജ്മെൻറ്റിനും ഒക്കെ ഇത് സഹായിക്കുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്നാക്സ് ആയിട്ട് ഇത് കഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് കറിക്ക് പകരം ഇപ്പോൾ നമ്മൾ രാവിലെ മോർണിംഗ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് പകരവും നിങ്ങൾക്ക് ഈ വെള്ളക്കടല കഴിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് വിറ്റമിൻസ് നിങ്ങൾക്ക് ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മാക്സിമം ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് ഒരുപാട് സഹായിക്കും കേട്ടോ. എൻ്റെ സൗണ്ടിൻ്റെ മിസ്റ്റേക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. കാരണം ഞാൻ വീഡിയോസൊക്കെ ചെയ്ത് വെച്ചതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ സൗണ്ട് ഇത്രയും റൈസായിട്ട് സൗണ്ടിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ ആ ഒരു രീതിക്കായിരിക്കുമല്ലോ സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് സൗണ്ടിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.